രാവിലെ കഴിഞ്ഞ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ സുജാതയുടെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല. സ്വന്തം മകന്റെ ഭാര്യയായ സിമിയെ വെറുതെ സംശയിച്ചല്ലോ എന്ന കുറ്റബോധം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് സിമി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അമ്മേ, ഞാനൊന്ന് കടയിൽ പോയിട്ട് വരാം. മോളെ, എല്ലാ ദിവസവും നീ തന്നെയല്ലേ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ വെറുതെ ഇരുന്നിട്ട് വല്ലാതെ വീർപ്പ് മുട്ടുന്നു. ഞാൻ പോയിക്കോളാം കടയിലേക്ക്. അയ്യോ അമ്മേ, അതൊന്നും സാരമില്ല. വേണ്ട മോളെ, നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാം. മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ അവൾ കണ്ടുമുട്ടിയ ഒരാൾ സിമിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സുജാതയുടെ മനസ്സിൽ വീണ്ടും ഒരു വലിയ സംശയത്തിന് വിത്തിട്ടു. മാർക്കറ്റിൽ എത്തിയപ്പോൾ ലീല അവരുടെ അടുത്തേക്ക് പതുക്കെ വന്നു. ലീല അവരുടെ വീട്ടിൽ ഇടയ്ക്കിടെ ജോലിക്ക് വരാറുള്ള സ്ത്രീയായിരുന്നു. ആ സുജാതേച്ചി, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ലീലേ? ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല ചേച്ചി, കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ലീലയുടെ സംസാരത്തിൽ എന്തോ രഹസ്യമുണ്ടെന്ന് തോന്നിയെങ്കിലും സുജാത അവളുടെ കൂടെ കുറച്ച് മാറി നിന്നു. എന്താ കാര്യം? ചേച്ചി, ഞാൻ പറയുന്നത് കേട്ട് എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. നിങ്ങളുടെ മരുമകളില്ലേ സിമി, അത്ര നല്ല പെണ്ണൊന്നുമല്ല. നീ എന്താ ലീല ഈ പറയുന്നേ? ഞാൻ പറയുന്നത് ചേച്ചി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സാരമില്ല. പക്ഷെ ചേച്ചി വീട്ടിലില്ലാത്ത സമയത്ത് സിമിയെ കാണാൻ ഒരാൾ അവിടെ വരാറുണ്ട്. ഈ കെട്ടിടത്തിലുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. ആരാ വരുന്നത്? അതൊന്നും എനിക്കറിയില്ല ചേച്ചി, പക്ഷെ ഒരാൾ അവളെ കാണാൻ വരാറുണ്ട്. ചേച്ചി വീട്ടിലില്ലാത്ത സമയത്താണ് കൂടുതലും വരുന്നത്. ഞാനിതൊന്നും പറയേണ്ടതല്ലായിരുന്നു, പക്ഷെ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി. ലീല പറഞ്ഞ വാക്കുകൾ കേട്ടതും സുജാതയുടെ മുഖം മാറി. കഴിഞ്ഞ രാത്രിയിലെ സംഭവം അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തി. സിമിയുടെ മുറിയിൽ നിന്ന് കേട്ട പുരുഷന്റെ ശബ്ദം. താൻ ചോദിച്ചപ്പോൾ അരുണിനോടാണ് സംസാരിച്ചതെന്ന് സിമി പറഞ്ഞത്. ഇപ്പോൾ ലീല പറയുന്ന ഈ കാര്യം എല്ലാം കൂടി സുജാതയുടെ മനസ്സിൽ വീണ്ടും സംശയം നിറച്ചു. ചേച്ചി വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞെന്ന് മാത്രം ആരോടും പറയണ്ട, എനിക്ക് പിന്നെ പ്രശ്നമാകും. ലീലയോട് സുജാത ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ബാക്കി നിന്നു. ലീല പറഞ്ഞതിൽ വല്ല സത്യവും ഉണ്ടോ? കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയെങ്കിലും സുജാതയുടെ മനസ്സ് അവിടെ ആയിരുന്നില്ല. ലീല പറഞ്ഞ വാക്കുകൾ മാത്രം അവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയപ്പോൾ സിമി പതിവ് പോലെ വീട്ടുജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. സുജാത അവളെ കുറച്ചു നേരം നോക്കി നിന്നു. പക്ഷേ ലീല പറഞ്ഞ കാര്യം അവൾ സിമിയോട് ചോദിച്ചില്ല. കഴിഞ്ഞ രാത്രി സിമിയെ സംശയിച്ചതിന്റെ കുറ്റബോധം അവളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് സുജാത കിടക്കാൻ പോയി. പക്ഷെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ലീല പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ചേച്ചി ഇല്ലാത്ത സമയത്ത് സിമിയെ കാണാൻ ഒരാൾ വരാറുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ സുജാത എപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് വീടിനുള്ളിൽ എന്തോ വീണതുപോലുള്ള വലിയൊരു ശബ്ദം. സുജാത ഞെട്ടി ഉണർന്നു. എന്താത്? അവൾ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് സിമിയുടെ മുറിയിൽ നിന്ന് വീണ്ടും സംസാരം കേൾക്കുന്നത്. സുജാത പതുക്കെ ആ മുറിയുടെ വാതിലിനരികിലേക്ക് ചെന്നു. അവൾ വാതിലിന് പുറത്തു നിന്ന് ശ്രദ്ധിച്ചു കേട്ടു. അകത്ത് ഒരു പുരുഷന്റെ ശബ്ദം. നീ നിന്റെ ഭർത്താവിനെയും അമ്മായി അമ്മയും എപ്പോഴാണ് ഒഴിവാക്കുന്നത്? നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അരുൺ ഇത് അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഞാനും അമ്മയും ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. ആ വാക്കുകൾ കേട്ടതും സുജാതയുടെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. ലീല പറഞ്ഞത് സത്യമാണോ? സിമിയുടെ മുറിയിൽ ശരിക്കും ആരെങ്കിലും ഉണ്ടോ? അവൾ കേൾക്കുന്നത് യാഥാർത്ഥ്യമാണോ? സുജാതയുടെ മനസ്സിൽ ഭയവും സംശയവും ഒരുമിച്ച് നിറഞ്ഞു. സിമി, സിമി, വാതിൽ തുറക്ക്. നിന്നോട് തുറക്കാനാ പറഞ്ഞത്. മര്യാദക്ക് തുറന്നോ? വാതിൽ തുറക്ക് സിമി, വാതിൽ തുറക്ക്. മര്യാദക്ക് തുറക്കാനാ പറഞ്ഞത്. അമ്മേ, അമ്മേ, എന്ത് പറ്റി അമ്മേ? അമ്മ ആരെ പറ്റി പറയുന്നേ? അമ്മേ, കണ്ണു തുറക്കമ്മേ. സിമി മോളെ, നീ എന്താ ഇവിടെ? അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ എന്തൊക്കെയാ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്? അയ്യോ, ഞാനിതൊക്കെ സ്വപ്നം കണ്ടതാണോ? എന്ത് സ്വപ്നം അമ്മേ? നിന്റെ റൂമിൽ ഒരാൾ നിന്നെ കാണാൻ സ്ഥിരമായി വരുന്നുണ്ടെന്ന് പിന്നെ ആരോ എന്നോട് പറഞ്ഞതും. അമ്മേ, അത് ലീല ചേച്ചിയാണോ അമ്മയോട് പറഞ്ഞത്? മോളെ, നിനക്കെങ്ങനെ അറിയാം? അമ്മേ, ആ സ്ത്രീയെ എനിക്ക് നന്നായി അറിയാം. എന്റെ കല്യാണത്തിന് മുൻപ് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല, മറ്റു വീടുകളിൽ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്നിട്ട് അവരെ കൈയോടെ പിടിച്ചത് ഞാനാണമ്മേ. അതിനുശേഷം എന്നെ കുറിച്ച് പല വീടുകളിലും പോയി പലതരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞു നടക്കുകയാണ്. പക്ഷെ ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. കാരണം എനിക്ക് എന്നെ അറിയാം. സിമിയുടെ വാക്കുകൾ കേട്ടതും സുജാതയ്ക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ലീല പറഞ്ഞത് വിശ്വസിച്ച് വീണ്ടും സിമിയെ സംശയിച്ചല്ലോ എന്ന കുറ്റബോധം അവളുടെ മനസ്സിൽ നിറഞ്ഞു. അവൾ പതുക്കെ സിമിയുടെ കയ്യിൽ പിടിച്ചു.
മോളെ സിമി, എന്നോട് ക്ഷമിക്കൂ മോളെ. ഇന്നലെ രാത്രി അങ്ങനെ സംഭവിച്ചതിന് ശേഷം ഞാൻ വീണ്ടും നിന്നെ സംശയിച്ചു. അമ്മ എന്തിനാ വിഷമിക്കുന്നത്? മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ, അമ്മ എന്നെ വിശ്വസിച്ചാൽ മതി. ഇല്ല മോളെ, ഇനി ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് നിന്നെ പൂർണ്ണ വിശ്വാസമാണ്. ശരിക്കും നീ എനിക്ക് കിട്ടിയ നിധിയാണ് മോളെ. സമയം ഒരുപാട് വൈകി അമ്മേ, കിടന്നോളൂ. ശരി മോളെ, മോളും പോയി കിടന്നു. കേട്ടതെല്ലാം വിശ്വസിക്കുന്നതിന് മുൻപ് ഒരിക്കൽ സത്യം അന്വേഷിക്കണം. കാരണം ഒരു തെറ്റായ സംശയം മതി വർഷങ്ങളായി കാത്തു സൂക്ഷിച്ചൊരു ബന്ധത്തിൽ വിള്ളൽ വീഴാൻ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണേ. ഇതുപോലെയുള്ള നല്ല കഥകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.